ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കറുത്ത പഴമൊക്കെ എടുത്തിട്ട് കളയുന്ന നേരം കൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ. അപ്പോൾ നല്ല പഴുത്ത് ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് പോയ പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. പച്ചപ്പഴത്തിനേക്കാളും നല്ലത് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ്. മീഡിയം സൈസുള്ളൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ നമ്മളിതൊന്ന് അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പുറം ഭാഗത്ത് വരുന്ന ഈ ഒരു കറുത്ത ഭാഗം ഉണ്ടാവുമല്ലോ, അതൊന്ന് നമുക്കൊന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എളുപ്പം ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കാണുമ്പോൾ കുറച്ച് പ്രശ്നമുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളിത് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ ഒരു തോട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ തോടൊന്ന് കളഞ്ഞെടുത്താൽ ഈ ഒരു കളറിലാട്ടോ നമ്മൾ തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല രസമാട്ടോ കാണാൻ. പാൽ നല്ല കളറായിരിക്കും ഉണ്ടാകാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ തേങ്ങയുടെ പീസൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, നമുക്കൊരു അര കപ്പോളം വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളിതാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പോളം നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പാലെടുത്തിട്ടുള്ള നമ്മൾ ആ ഒരു തേങ്ങയുടെ പീര ഉണ്ടാവുമല്ലോ, ഇത് കളയണ്ട കേട്ടോ. ഇതിന് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിത് ആ തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തൊലി ഭാഗം കളഞ്ഞത് കൊണ്ട് തന്നെ തേങ്ങാപ്പീരയ്ക്ക് നല്ല വൈറ്റ് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളിത് ആ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി എടുത്തിട്ട് ഒന്ന് വറന്ന് അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂട്ടി കൊടുക്കാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. പെട്ടെന്ന് കളർ മാറി വരും, ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. നമുക്കിത് കാണുമ്പം ഒരുപാട് സമയമൊക്കെ എടുക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ പെട്ടെന്ന് അങ്ങ് അതിൻ്റെ കളർ മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും കേട്ടോ. നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങ പീരയല്ലേ, അപ്പോൾ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് നമ്മൾ വറുത്തെടുക്കുന്നതോറും ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ആയപ്പം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1/2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയോ ഓയിലോ ഒന്നും നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യമില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗീ മാത്രം മതി. ഈ ഒരു സമയത്ത് ഗീ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതാ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു നല്ല പഴുത്ത കറുത്ത പഴമില്ലേ, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം തടിയില്ലാത്ത രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളൊരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് കളർന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർന്ന് മാറി ഒന്ന് ഉക്കായിട്ട് വരുന്ന ആ ഒരു പരുവത്തിനായാൽ മതി. ഒരുപാട് അങ്ങ് കളർന്ന് മാറ്റിയെടുക്കണ്ട കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ആ ഒരു സൈഡും കൂടി ഒന്ന് കളർന്ന് മാറിയപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മറ്റേ സൈഡും കൂടി കളർന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല, അന്നേരം നമുക്ക് ഇതുപോലെ കട്ടിയിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കായാണ്. നമ്മൾ നേരത്തെ തേങ്ങ അരക്കുന്ന സമയത്ത് ഏലക്കായ ചേർക്കാത്തതുകൊണ്ട്
തന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് ഏലക്കായ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്നേ ചേർത്തിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്കായപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്തിട്ടുള്ളൂ. പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല മധുരമൊക്കെ ഉണ്ടാവട്ടെ. അത്യാവശ്യം നമ്മൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയിലല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാലിൻ്റെ മധുരം കൂടി ഉള്ളതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം ആട്ടോ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഇനി ചേർക്കുന്നത് റവയാട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണുള്ള റവ ചേർക്കുന്നുണ്ട് കേട്ടോ. റവയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ റവയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ട്. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നപ്പോഴത്തേക്ക് തന്നെ റവയൊക്കെ നന്നായിട്ട് അങ്ങ് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഈ റവയും പഴമൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഉടച്ചെടുത്ത സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് അതങ്ങ് കുറുകി കിട്ടിക്കോളും. കൈ എടുക്കാനേ പാടില്ല കേട്ടോ. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് പായവും റവയൊക്കെ കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിൽ നിന്ന് നമ്മൾ ഇതൊന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നന്നായി കുറുകി ഇതാ ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പായൊക്കെ കൂടി റവയെ നന്നായിട്ട് മിക്സ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതുപോലെ കിട്ടും കേട്ടോ. ഈ ഒരു പാകത്തിനാട്ടോ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നമ്മളെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പാകത്തിനായിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടൊന്ന് ആറുമ്പം തന്നെ ഇത് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ടൈറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചൂടൊക്കെ ആറി ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് നമുക്ക് ഉരുട്ടെടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് എടുത്തിട്ട് നല്ല ഉരുട്ട പോലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പം കട്ട്ലേറ്റിൻ്റെ ആ ഒരു രൂപത്തിലാട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടുന്നത് നമ്മൾ നേരത്തെ തേങ്ങാപ്പീര ഒന്ന് വറുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ടേ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാരക്ക് പകരം വെള്ളം ചേർക്കാം കേട്ടോ. പക്ഷേ വെള്ളത്തിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ഞാൻ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യും കേട്ടോ. നല്ല സോഫ്റ്റാണ്. നമ്മൾ വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിക്കാട്ടോ ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്താൽ ഉറപ്പായും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ.